ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ച അക്രമിയെ തിരിച്ചറിഞ്ഞു. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഭാര്യ കരീന കപൂറിന്റെ ബാന്ദ്ര വെസ്റ്റിലെ വസതിയിൽ വെച്ചാണ് സെയ്ഫ് അലി ഖാൻ ആക്രമണത്തിന് ഇരയായത്. പുലർച്ചെ 2:30യോടെയാണ് സംഭവം. വീട്ടിൽ അതിക്രമിച്ച് കയറിയ ആക്രമിയുമായി വീട്ടുജോലിക്കാരി തർക്കിക്കുന്നത് കേട്ടാണ് സെയ്ഫ് അലി ഖാൻ എഴുന്നേറ്റ് ചെല്ലുന്നത്. പ്രകോപിതനായ ആക്രമി കത്തികൊണ്ട് പലവട്ടം കുത്തി. വീട്ടുജോലിക്കാരിക്കും പരിക്കേറ്റു. പിന്നാലെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ഡ്രൈവർമാർ ആരുമില്ലാത്തതിനാൽ ചോരയിൽ കുളിച്ച നടനെ മകൻ ഇബ്രാഹിം ഓട്ടോയിലാണ് സമീപത്തെ ലീലാവതി ആശുപത്രിയിൽ എത്തിച്ചത്. 2 മുറിവുകൾ ആഴത്തിലുള്ളതായിരുന്നു. അതിൽ നട്ടലിനോട് ചേർന്ന ഭാഗത്ത് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തി. കത്തിയുടെ ഒരു ഭാഗം എടുത്തുമാറ്റി. സെലിബ്രിറ്റികൾ പലരും താമസിക്കുന്ന ബാന്ദ്രയിലെ പ്രധാനപ്പെട്ട ഇടത്ത് തന്നെയാണ് സെയ്ഫ് അലി ഖാന്റെ ഈ വസതിയും. വലിയ ഗേറ്റും അതിലുമൊക്കെ ചാടിക്കടന്ന് കോമ്പൗണ്ടിനകത്ത് അക്രമിക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാലും മുന്നോട്ട് ഈ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ബയോമെട്രിക് ഗേറ്റ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മറികടക്കേണ്ടതുണ്ട്. ഇതാണ് ഈ സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. മോഷണമായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് നിഗമനം. മണിക്കൂറുകളായി ഇയാൾ വീടിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ആക്രമണശേഷം ഫയർ എക്സിറ്റ് വഴി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. 10 സംഘങ്ങളായി തിരിഞ്ഞാണ് ക്രൈംബ്രാഞ്ച് തെരച്ചിൽ നടത്തുന്നത്. നടന്റെ ജീവനക്കാരായ 3 പേരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിശദമായി മൊഴിയെടുത്തു. ആക്രമണം നടക്കുമ്പോൾ ഭാര്യ കരീന സഹോദരിമാരോടൊപ്പം മറ്റൊരു വീട്ടിലായിരുന്നു. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.